ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഹോളി ഹെഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി പോവാണ്. എൻ്റെ കസിൻ ബ്രോൻ്റെ വീട് മിൻഫോർഡിലാണ്. അവിടുന്ന് ഈ ഹോളി ഹെഡിലേക്ക് പോകാൻ ടാക്സിക്കാണെങ്കിൽ 1 ഹവറാണ് ടൈം എടുക്കുന്നത്. ഈ മിൻഫോർഡ് എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ്. ഇവിടെ ബസ്സും ടാക്സിയൊക്കെ കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. യൂബർ ഫെസിലിറ്റീസ് ഒന്നും അവിടെ ഇല്ല. നമ്മളിങ്ങനെ ഏജൻസിയിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ ടാക്സി വിടും. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ബസ്സിന് പോവുകയാണെങ്കിൽ ഒരു 3-4 hours എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ടാക്സി വിളിച്ച് ഞങ്ങൾ പോയി. കറക്റ്റ് 1 ഹവറിൽ തന്നെ അവിടെ എത്തി. ശരിക്കും ഇതൊരു സീസൺ ടൈം ആയിരുന്നില്ല. സമ്മർ ആകുമ്പോഴാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ വന്നു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്ന ടൈമിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ലൈറ്റ് ഹൗസ് അട്രാക്ഷൻ മാത്രമല്ല കേട്ടോ, സൈഡിൽ മലയും കുന്നൊക്കെ ഉണ്ട്. കുറെ പേര് അങ്ങോട്ടൊക്കെ കയറി പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും നേരെ ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ശരിക്കും ഇത്രയും വെയിലൊക്കെ വീഡിയോയിൽ കാണുമെങ്കിലും നല്ല തണുപ്പും നല്ല കാറ്റുമായിരുന്നു. പിന്നെ ഞങ്ങള് കുറച്ചൊക്കെ നടന്ന് ആ ഒരു സ്ഥലം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. ആ തണുപ്പൊക്കെ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് സഹിക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അത്. ഇനി നമുക്ക് ഈ ലൈറ്റ് ഹൗസിനെ പറ്റി കൂടുതൽ അറിയാം. വെയിൽസിലെ ആംഗ്ലസി തീരത്ത് സൗത്ത് സ്റ്റാക്കിന്റെ പരുക്കൻ പാറക്കെട്ടുകളിൽ നിൽക്കുന്ന സുരക്ഷയുടെയും മാർഗനിർദ്ദേശത്തിന്റെയും ഒരു ദീപസ്തംഭമായ ഹോളി ഹെഡ് ലൈറ്റ് ഹൗസ്. ഈ ഐക്കണിക് ലൈറ്റ് ഹൗസ് നാവികർക്ക് താഴെയുള്ള അപകടകരമായ പാറകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ഐറിഷ് കടലിലൂടെ എണ്ണമറ്റ കപ്പലുകളെ സുരക്ഷിതമായി നയിച്ചിട്ടുണ്ട്. 1809 നിർമ്മിച്ച ഹോളി ഹെഡ് ലൈറ്റ് ഹൗസ് ഡാനിയേൽ അലക്സാണ്ടർ ആണ് രൂപകൽപ്പന ചെയ്തത്. അതിനുശേഷം ഈ മേഖലയിലെ ഏറ്റവും തിരിച്ചറിയാവുന്ന ലാൻഡ്മാർക്കുകളിൽ ഒന്നായി ഇത് മാറിയിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 28 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ടവർ 44 കിലോമീറ്റർ വരെ ദൂരെയാണ് ശക്തമായ വെളിച്ചം എത്തുന്നത്. യഥാർത്ഥത്തിൽ എണ്ണ വിളക്കുകളാൽ പ്രവർത്തിക്കുന്ന ഈ ലൈറ്റ് ഹൗസ് കാലക്രമേണ പരിണമിച്ചു. ഇപ്പോൾ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആണ്. അതിന്റെ തുടർച്ചയായ പ്രവർത്തനം ഉറപ്പാക്കാൻ വിദൂരമായി നിയന്ത്രിക്കപ്പെടുന്നു. ഒരു നാവിഗേഷൻ സഹായി എന്ന നിലയിലുള്ള അതിന്റെ പങ്കിനപ്പുറം ലൈറ്റ് ഹൗസ് വന്യജീവികളുടെ ഒരു സങ്കേതമാണ്. സൗത്ത് സ്റ്റാക്കിന്റെ ചുറ്റുമുള്ള പാറക്കെട്ടുകൾ, പഫിനുകൾ, ഗില്ലെ മോട്ട്സ്, റേസർ ബില്ലുകൾ എന്നിവയുൾപ്പെടെ ആയിരക്കണക്കിന് കടൽ പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ്. ഇത് പക്ഷി നിരീക്ഷകർക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ ഒരു സങ്കേതമാക്കി മാറ്റുന്നു. താഴെ ആഞ്ഞടിക്കുന്ന തിരമാലകളും മുകളിലുള്ള കടൽ പക്ഷികളുടെ കരച്ചിലും വന്യവും അനിയന്ത്രിതവുമായ സൗന്ദര്യത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഈ ഹോളി ഹെഡ് ലൈറ്റ് ഹൗസ് സന്ദർശിക്കാൻ നമ്മൾ കുത്തനെയുള്ള പാറക്കെട്ടിലൂടെ 400 പടികൾ ഇറങ്ങി ഒരു ഇടുങ്ങിയ തൂക്കുപാലം കടക്കണം. ഐറിഷ് കടലിന്റെയും അതിനപ്പുറത്തുള്ള വിശാലമായ കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്ന ഈ യാത്ര ലക്ഷ്യസ്ഥാനം പോലെ തന്നെ ആശ്വാസകരമാണ്. നിങ്ങൾ ചരിത്രത്തിനോ കാഴ്ചകൾക്കോ സാഹസികതയുടെ പൂർണ്ണമായ അനുഭവത്തിനോ വേണ്ടി വന്നാലും ഹോളി ഹെഡ് ലൈറ്റ് ഹൗസ് മനുഷ്യന്റെ ചാതുര്യത്തിനും പ്രകൃതിയുടെ ശക്തിക്കും ഒരു തെളിവായി തുടരുന്നു. പ്രകൃതി ശക്തികൾക്കെതിരെ ഉറച്ചു നിൽക്കുന്ന ഇത് 200 വർഷത്തിലേറെയായി കടലുകളെ നിരീക്ഷിക്കുന്നത് തുടരുന്നു. ഞങ്ങളുടെ യാത്ര അങ്ങനെ വളരെ സാഹസികമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്താണ് പോയത്. നടന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ തണുപ്പിൻ്റെയും ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കൊക്കെ വേണ്ടി പോസ് ചെയ്തൊക്കെ പതുക്കെ എൻജോയ് ചെയ്താണ് പോയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 400 സ്റ്റെപ്പ് ഇറങ്ങിയാലാണ് ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. തണുപ്പിൻ്റെയും കാറ്റിൻ്റെയും ഒരു പ്രശ്നം ഒഴിച്ചാൽ ഇറങ്ങാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ തിരിച്ചു കയറുന്ന സമയത്ത് നല്ല കഷ്ടപ്പാടായിരുന്നു കയറാൻ. ഇവിടെ ഇതുപോലെ സ്റ്റെപ്സ് ആണ്. ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ഡോറ് കാണാം. സൂം ചെയ്ത് കാണിച്ചു തരാം. അത് ക്ലോസ്ഡ് ആണ് കണ്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. എന്തായാലും ഇത്രയും ഇത് കണ്ടു. ഇതിലേ നടന്ന് പോയി കഴിയുമ്പോഴാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് ഇവിടെയാണുള്ളത്. നമുക്ക് ഇതിൽ മുകളിലൊക്കെ കയറാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഈ ടൈം നമുക്ക് പറ്റാത്തൊരു ടൈമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ നല്ല അടിപൊളി ബേർഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. അത്
ഞാൻ സൂം ചെയ്യാം, നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ ഇരിക്കുന്നത് ഫുള്ള് നിറയെ ബേർഡ്സ് ആണിത്, നിറയെ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ആദ്യം വിചാരിച്ചത് വേറെ എന്തോ ചെടിയുടെ എന്തോ അതാണ്, പിന്നെയാണ് ഇത് പറക്കുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് ഫുള്ള് ബേർഡ്സ് ആണെന്ന്. കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് 1-2 എണ്ണമൊക്കെ പറക്കുന്നുണ്ട്. ഇത്രയും ദൂരമാണ് ഞങ്ങൾക്ക് വരാൻ പറ്റിയത്. പിന്നെ അപ്പുറത്തേക്ക് ഒന്ന് കയറി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കണ്ടു, നല്ല ഭംഗിയാണ് ഇവിടെ. ഈ ഒരു പാറക്കെട്ടുകളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേകതയാണ് ഇതിനൊക്കെ. അങ്ങനെ ഞങ്ങൾ ഒരുവിധം കണ്ടു തീർത്തു. തിരിച്ച് അങ്ങോട്ടേക്കുള്ള മടക്കമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പ് കയറാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ രാവിലെ ഇറങ്ങിയത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് കയറി ഇറങ്ങി വന്നതോടെ ആകെ ടയേർഡായി. അതുകൊണ്ട് കുറച്ച് സ്നാക്സ് ഒക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. എനിക്ക് ശരിക്കും ഈ ഒരു സ്റ്റെപ്പ് കയറിയപ്പോൾ ഫീൽ ചെയ്തത് നമ്മുടെ നാട്ടിലെ മലയാറ്റൂര് മല കയറുന്ന ഒരു ഫീലായിരുന്നു. പിന്നെ ഇവിടെ വെച്ച് കണ്ട ആൾക്കാർ പറഞ്ഞത് നമ്മൾ സമ്മർ ടൈമിൽ വരുമ്പോഴാണ് നിറയെ ബേർഡ്സിനെ ഇവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സമ്മർ ടൈമിൽ വരിക. ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ ട്രാവൽ വീഡിയോസിനായി സ്റ്റേ ട്യൂൺഡ്.